ഓരോ വിശ്വാസിക്കും ദൈവത്തിൽ നിന്ന് കേൾക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ആന്തരിക ശബ്ദം, പ്രവചനവചനം, അവന്റെ സൃഷ്ടി എന്നിവയിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. നാം സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അവൻ നമ്മെ ഉപദേശിക്കുകയും എല്ലാവിധത്തിലും നമ്മെ നയിക്കുകയും ചെയ്യുന്നു. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ ദൈവത്തെ കേട്ട വ്യത്യസ്ത ആളുകളുടെ വിവരണങ്ങൾ ബൈബിളിൽ നിറഞ്ഞിരിക്കുന്നു. ദൈവം പലതവണ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകാം, പക്ഷെ നിങ്ങൾക്കറിയാത്തതിനാൽ നിങ്ങൾ അവനെ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. ദൈവം ആദ്യമായി ശമൂവേൽ പ്രവാചകനോട് സംസാരിക്കാൻ പോകുമ്പോൾ ദൈവം അവനെ വിളിക്കുന്നത് അവൻ കേട്ടു. പക്ഷേ അത് ദൈവമാണെന്ന് അവൻ അറിഞ്ഞില്ല. അത് തന്റെ യജമാനനായ പുരോഹിതനായ ഏലിയാണെന്ന് അവൻ കരുതി. അങ്ങനെ അവൻ അവന്റെ അടുക്കൽ പോയി. ദൈവം തന്നോട് സംസാരിക്കാൻ ശ്രമിച്ചതായിരിക്കണമെന്ന് ഏലി മനസ്സിലാക്കുന്നതുവരെ ഇത് 3 തവണ സംഭവിച്ചു. മറുപടിയായി എന്താണ് പറയേണ്ടതെന്ന് ഏലി ശമൂവേലിനോട് പറഞ്ഞു. ആ ദിവസം ദൈവം ശമൂവേലിനോട് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നമ്മളിൽ പലരും ശമൂവേലിനെ പോലെയാണ്. ദൈവം നമ്മെ വിളിച്ച് നമ്മളോട് സംസാരിക്കുന്നു, പക്ഷേ അവൻ തന്നെയാണെന്ന് നമുക്കറിയില്ല. അത് മറ്റൊരാളാണെന്ന് നാം അനുമാനിക്കുന്നു. നമുക്ക് പലതവണ ദൈവത്തിന്റെ ശബ്ദം നഷ്ടപ്പെട്ടു. ഇത് നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിലേക്ക് നമ്മെ ഒരുക്കാനോ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകാനോ ദൈവം ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അവനെ ശ്രദ്ധിക്കാത്തതിനാൽ നമുക്ക് ഒരു ധാരണയുമില്ല. ചിലപ്പോൾ അവന്റെ ശബ്ദം ശ്രദ്ധിക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതിന്റെ അടയാളങ്ങളുണ്ട്. അവയിൽ 7 അടയാളങ്ങൾ ഇതാ. 1. ഉറക്കക്കുറവ് അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ കാരണമില്ലാതെ ഉണരുക. ചിലപ്പോൾ രാത്രിയിലെ ഒരു പ്രത്യേക മണിക്കൂർ വരെ ദീർഘനേരം ഉറങ്ങാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക മണിക്കൂറിൽ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ സ്ഥിരമായി ഉണരും. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു ശാരീരിക സൂചനയായിരിക്കാം ഇത്. ആ സമയത്ത് ദൈവം തന്നെ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പകൽ മുഴുവൻ നമ്മൾ കടന്നുപോകുമ്പോൾ എല്ലാം വളരെ ബഹളമയവും തിരക്കേറിയതുമാണ്. നമ്മുടെ മനസ്സുപോലും ബഹളത്താൽ നിറഞ്ഞിരിക്കുന്നു. ആ കുഴപ്പങ്ങൾക്കിടയിലും ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്നിരുന്നാലും ദൈവത്തിൽ നിന്നുള്ള നിശ്ചലമായ ചെറിയ ശബ്ദം കേൾക്കാൻ കഴിയുന്ന സമാധാനത്തിന്റെയും നിശബ്ദതയുടെയും സമയമാണ് രാത്രി. നിങ്ങൾ ഉറക്കവുമായി ബുദ്ധിമുട്ടുമ്പോൾ അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ ഉണരുമ്പോൾ അത് പ്രാർത്ഥനയ്ക്കുള്ള ഒരു ആഹ്വാനമായിരിക്കാം. അപ്പോൾ ആ സമയം പാഴാക്കുന്നതിനു പകരം പ്രാർത്ഥിക്കാനും ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കാനും സമയം ചെലവഴിക്കണം. എന്തുകൊണ്ടാണ് അവൻ നിങ്ങളെ ഉണർത്തിയതെന്ന് കാണിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുക. അവനു വേണ്ടി കാത്തിരിക്കുക. അടുത്ത തവണ നിങ്ങൾ ഉറക്കവുമായി മല്ലിടുമ്പോൾ ആ സമയം ദൈവത്തിനായി കാത്തിരിക്കുക. പകലിന്റെ തിരക്കേറിയ സമയങ്ങളെക്കാൾ രാത്രിയുടെ നിശബ്ദതയിൽ ദൈവത്തെ കേൾക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. സുവിശേഷം പഠിക്കുമ്പോൾ യേശു എപ്പോഴും അതിരാവിലെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിച്ചതായി നാം ശ്രദ്ധിക്കുന്നു. എന്നാൽ മറ്റെല്ലാവരും അതുവരെ ഉണർന്നിട്ടില്ല. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അവൻ മനസ്സിലാക്കി: രാത്രികാലമോ അതിരാവിലെയോ പോലുള്ള ശാന്തമായ സമയങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം. കുറച്ചുകാലമായി നിങ്ങൾക്ക് ഈ അടയാളം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത തവണ അത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. 2. നിങ്ങളുടെ ഹൃദയം കാരണമില്ലാതെ ഉത്കണ്ഠാകുലനാകുകയും നിങ്ങൾ വളരെയധികം സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നു എന്നതിന്റെ മറ്റൊരു സൂചനയായിരിക്കാം ഇത്. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്ന് സമാധാനമാണ്. വിശ്വാസികൾ എന്ന നിലയിൽ നാം ആസ്വദിക്കേണ്ട ഒന്നാണ് ഇത്. അതിനാൽ നമ്മുടെ ഹൃദയങ്ങൾ ഉത്കണ്ഠയാൽ നിറയുകയും നാം വിഷമിക്കുകയും ചെയ്യുമ്പോൾ എന്തോ കുഴപ്പമുണ്ടാകാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. നമ്മുടെ ഹൃദയങ്ങൾ ആശങ്കകളാൽ നിറയുകയും നാം സമ്മർദ്ദത്തിൽ ആകുകയും ചെയ്യുമ്പോൾ അതിനർത്ഥം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിശ്രമം നാം ആസ്വദിക്കുന്നില്ല എന്നാണ്. നാം അവന്റെ അടുക്കൽ വരണമെന്നും അവൻ നമുക്ക് വിശ്രമം നൽകുമെന്നും യേശു പറഞ്ഞപ്പോൾ ഈ ലോകത്തിലെ ആശങ്കകൾ നമുക്കെങ്ങനെ ഭാരമായി മാറുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ ഭാരം ലഘൂകരിക്കാനുള്ള മാർഗം അവന്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുക എന്നതാണെന്ന് അവൻ അറിയാമായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയം ആശങ്കകളാൽ നിറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും സമയം ചെലവഴിക്കാനുള്ള സമയമാണെന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കാം. നിങ്ങൾ വളരെ തിരക്കിലായതിനാൽ പ്രാർത്ഥിക്കുന്നതിനോ വചനം പഠിക്കുന്നതിനോ സമയം ചെലവഴിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയായിരിക്കാം ഇത്. പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരാൻ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉത്കണ്ഠയും സമ്മർദ്ദവും എന്തോ കുഴപ്പമുണ്ടെന്നതിന്റെ സൂചനയായിരിക്കാം, പ്രത്യേകിച്ച് അതിന്റെ ശാരീരിക കാരണങ്ങളൊന്നുമില്ലാത്തപ്പോൾ. അതിനാൽ നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുകയും ദൈവത്തിന്റെ മാർഗനിർദ്ദേശം തേടുകയും സമയം ചെലവഴിക്കേണ്ടി വന്നേക്കാം. നിങ്ങളെ ഉത്കണ്ഠാകുലരാക്കുന്ന ഒരു തീരുമാനമാകുമ്പോൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതിനാൽ നിങ്ങൾ ഉത്കണ്ഠ അനുഭവിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ എല്ലാ ആശങ്കകളും അവന് സമർപ്പിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നുണ്ടാകാം. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകരുത്. എന്നാൽ എല്ലാറ്റിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നന്ദിയോടെ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തിന് സമർപ്പിക്കുക. എല്ലാ ധാരണയും അതിക്രമിക്കുന്ന ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കും. ഉത്കണ്ഠാകുലരാകുന്നതിന് വിപരീതമായി
ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ തന്റെ സമാധാനം ഉപയോഗിക്കാം. നിങ്ങൾ സ്വാഭാവികമായി പരിഭ്രാന്തരാകുമ്പോൾ അതിന്റെ നടുവിൽ സമാധാനം അനുഭവിക്കുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്നതിന്റെ സൂചനയായിരിക്കാം. എല്ലാം ശരിയാകുമെന്നും നിങ്ങൾ കടന്നുപോകുന്നത് ഒരു കാലഘട്ടത്തേക്ക് മാത്രമാണെന്നും ദൈവം നിങ്ങളോട് പറയുന്നതിന്റെ സൂചനയായിരിക്കാം അത്. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ദൈവസമാധാനം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് വ്യക്തമാണ്. ഇത് വളരെ ആശ്വാസകരമായിരിക്കും. അതിനാൽ ആശങ്കകളുടെയോ ദൈവസമാധാനത്തിന്റെയോ സാന്നിധ്യം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്നതിന്റെ ഒരു ഭൗതിക അടയാളമായിരിക്കാം. 3. നിങ്ങൾ ഒരു സന്ദേശം വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴോ ഒരു വാക്ക് സ്വീകരിക്കുമ്പോഴോ ചിലപ്പോൾ ദൈവം നമ്മളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ആവർത്തനം ഉപയോഗിക്കുന്നു. അത് വെറും യാദൃശ്ചികത അല്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നതുവരെ നമ്മൾ എന്തെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നു. എന്തെങ്കിലും സംബന്ധിച്ച് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ആവശ്യമായി വന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തുടർന്ന് നിങ്ങൾ എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ ഉത്തരങ്ങൾ ലഭിക്കുന്നതായി തോന്നുന്നുണ്ടോ? നിങ്ങൾ പള്ളിയിൽ പോകുന്നു, അതാണ് നിങ്ങളുടെ പള്ളിയിലെ അച്ഛന്റെ പ്രസംഗത്തിന്റെ വിഷയം. നിങ്ങൾ ഒരു സുഹൃത്തിനെ വിളിക്കുന്നു, പെട്ടെന്ന് അവർ അതേ വിഷയത്തെക്കുറിച്ച് ഒരു സംഭാഷണം കൊണ്ടുവരുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ സ്ക്രോൾ ചെയ്യുന്നു, അതിപ്പോഴും അങ്ങനെ തന്നെ, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇതായിരിക്കാം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്ന വസ്തുതയുടെ ശാരീരിക പ്രകടനമായിരിക്കാം ഇത്. യാദൃശ്ചികതയായി ഇതിനെ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നതിനു പകരം വിഷയത്തെക്കുറിച്ച് വ്യക്തത ലഭിക്കാനും ഈ മാർഗത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അവനാണെന്ന് ഉറപ്പാക്കാനും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. 4. നിങ്ങൾക്ക് രോഗം അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ക്രിസ്തുവിൽ നമുക്കായി രോഗശാന്തി ലഭ്യമാക്കിയത്. സുഖം പ്രാപിച്ച, വിടുവിക്കപ്പെട്ട, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ആളുകളുടെ വിവരണങ്ങൾ ബൈബിളിൽ നിറഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളുടെ രോഗത്തെ പിന്തുണയ്ക്കുന്നില്ലായിരിക്കാം, പക്ഷേ അവൻ അതിലൂടെ നിങ്ങളോട് സംസാരിച്ചേക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:14 ഇങ്ങനെ പറയുന്നു: അതിന്റെ ശേഷം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോടു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുതോ എന്ന് പറഞ്ഞു. ഈ പ്രസ്താവനയുടെ പിന്നാമ്പുറ കഥ കുറച്ചുകാലമായി തളർവാദ രോഗിയായിരുന്ന ഈ മനുഷ്യനെ യേശു സുഖപ്പെടുത്തി എന്നതാണ്. അവനെ സുഖപ്പെടുത്തിയ ശേഷം യേശു ജനക്കൂട്ടത്തിലേക്ക് നോക്കി. പിന്നീട് യേശു അവനെ കണ്ടുമുട്ടിയപ്പോൾ മോശമായ എന്തെങ്കിലും അവന് സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യുന്നത് നിർത്താൻ അവൻ അവനോട് പറഞ്ഞു. അവന്റെ രോഗത്തിന്റെ കാരണം പാപമായിരുന്നു. യേശു അവനെക്കുറിച്ച് കരുതലുള്ളവനും അവൻ വീണ്ടും കഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തവനുമായതിനാൽ അവൻ അതിനെക്കുറിച്ച് അവനോട് സംസാരിച്ചു. ചിലപ്പോൾ ദൈവം നമ്മുടെ രോഗത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ ആ കാലഘട്ടം ഉപയോഗിച്ച് അവനിലുള്ള വിശ്വാസം നമ്മെ പഠിപ്പിക്കാനും ഒരുതരം ജീവിതശൈലിയിൽ നിന്ന് അകന്നുമാറാൻ നമ്മെ പഠിപ്പിക്കാനും അവൻ ശ്രമിച്ചേക്കാം. ഇതിനർത്ഥം രോഗികളായ എല്ലാവരും പാപം നിമിത്തം രോഗികളാണെന്നാണോ? തീർച്ചയായും ഇല്ല. യേശു ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോൾ ജന്മനാ അന്ധനായ ഒരാളെ അവൻ കണ്ടു. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ ഇവൻ അന്ധനായി ജനിച്ചതിൽ ആര് പാപം ചെയ്തു? യേശു മറുപടി പറഞ്ഞു, ഈ മനുഷ്യനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. അന്ധനായി ജനിച്ചത് പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനാണ്. യേശു അവനെ സുഖപ്പെടുത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദൈവവചനം നിങ്ങളുടെ രോഗശാന്തിക്ക് സഹായകമാണ് എന്നറിയുക. വചനം ഏറ്റുപറയുകയും ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തും ശ്രദ്ധിക്കുകയും ചെയ്യുക. 5. തുറന്ന വാതിൽ അല്ലെങ്കിൽ അവസരം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഭൗതിക അടയാളം അവൻ നിങ്ങൾക്കായി ഒരു വാതിൽ തുറക്കുകയോ നിങ്ങൾക്കൊരു അവസരം ലഭ്യമാക്കുകയോ ചെയ്യുന്നു എന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ അടുത്തതായി എന്ത് ചെയ്യണമെന്നോ എവിടേക്ക് പോകണമെന്നോ ഉള്ള മാർഗനിർദ്ദേശത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കാം. നിങ്ങൾ അവനിൽ നിന്ന് ഒന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത്തരം ഒരു സമയത്ത് ശരിയായ ദിശയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു വാതിൽ തുറക്കുമ്പോൾ അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു മാർഗമായിരിക്കാം. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കണ്ടെത്താം. മോശയ്ക്കും ഇസ്രായേലർക്കും ചെങ്കടൽ കടക്കേണ്ടി വന്നപ്പോൾ ദൈവം ഉപയോഗിച്ചത് ഒരു വടിയായിരുന്നു. അവരെ സഹായിക്കാൻ ദൈവം അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് ഉപയോഗിച്ചു. അടുത്ത ഘട്ടത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനുള്ള ഒരു മാർഗമായി ദൈവം ആ തുറന്ന വാതിൽ ഉപയോഗിക്കുന്നുണ്ടാകാം. 6. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ഭൗതിക കൂടിക്കാഴ്ച. ചിലപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് വളരെ നേരിട്ടുള്ളതായിരിക്കും. നമ്മുടെ മനസ്സിനെ നിഷേധിക്കാൻ കഴിയാത്ത ഒരു ഭൗതിക കൂടിക്കാഴ്ച നമുക്കുണ്ടാകാം. ഇവിടെ ദൈവം നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. അത് അവന്റെ ശബ്ദമാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ദൈവത്തിന്റെ കേൾക്കാവുന്ന ശബ്ദം നാം കേൾക്കുമ്പോൾ ഇതിനൊരു ഉദാഹരണമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ളവർ അത് കേൾക്കില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ കാതുകൾ ദൈവം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. കത്തുന്ന മുൾപടർപ്പ് കണ്ടപ്പോൾ മോശയ്ക്കും ഇതുപോലുള്ള ഒരു അനുഭവമുണ്ടായി. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുൾപടർപ്പ് മോശ കണ്ടു, പക്ഷേ അത് കത്തിയെരിയുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ അവൻ അടുത്തെത്തിയതിനാൽ അത് അദ്ദേഹത്തിന് വളരെ വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കണം.
അപ്പോഴാണ് തന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടത്. അത്തരം ഒരു ശാരീരിക കൂടിക്കാഴ്ചയെ നിഷേധിക്കാൻ അവന് ഒരു വഴിയുമില്ല. ഫിസിക്കൽ എൻകൗണ്ടർ ഉണ്ടായ മറ്റൊരു വ്യക്തി അപ്പോസ്തലനായ പൗലോസായിരുന്നു. കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രകാശം കണ്ടു. തന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. പക്ഷെ ചുറ്റുമുള്ളവർ ആ ശബ്ദം പറയുന്നതൊന്നും കേട്ടില്ല. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദൈവം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സഹോദരനെ അയക്കുന്നതുവരെ പൗലോസ് കുറച്ചു ദിവസം അന്ധനായിരുന്നു. നിങ്ങൾക്കൊരു ശാരീരിക കണ്ടുമുട്ടലുണ്ടാകുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് കർത്താവാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഈ ആത്മീയ അനുഭവമില്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്നതിന്റെ ഒരു ശാരീരിക അടയാളമാണിത്. 7. അവൻ നിങ്ങളുടെ ചുറ്റും വെച്ചിരിക്കുന്നവരിലൂടെ അവന്റെ വചനം സംസാരിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തുകൊണ്ട് ദൈവം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലൂടെ നിങ്ങളോട് സംസാരിച്ചേക്കാം. രഹസ്യമായി നിങ്ങളോട് സംസാരിച്ച ഒരു വാക്ക് സ്ഥിരീകരിക്കാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും സംഭവിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെയോ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ സഭയിലെ അംഗങ്ങളെയോ നിങ്ങളുടെ അച്ഛനെയോ നിങ്ങളുടെ ഉപദേഷ്ടാവിനെയോ ഉപയോഗിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവന് കഴിയും. നിങ്ങളോട് സംസാരിക്കാൻ അവൻ അപരിചിതരെ പോലും ഉപയോഗിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾ അവനിൽ നിന്ന് വളരെ അകലെയായിരിക്കുമ്പോൾ നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കാത്തപ്പോൾ ദൈവം ഈ അടയാളം ഉപയോഗിച്ചേക്കാം. അവൻ നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനും നിങ്ങൾ വളരെ അകലെയാണെന്ന് തോന്നുമ്പോഴും നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവനുമായതിനാൽ അവൻ നിങ്ങളോട് സംസാരിക്കാൻ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നു. ഈ മാർഗത്തിലൂടെ ദൈവം നിങ്ങളെ സമീപിക്കുമ്പോൾ അതിനെ ഒരിക്കലും നിന്ദിക്കരുത്. എന്നാൽ ദൈവവചനം സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കട്ടെ. പ്രവചനത്തിന്റെ ദാനം, അറിവിന്റെ വചനം, ജ്ഞാനത്തിന്റെ വചനം തുടങ്ങിയ ആത്മാവിന്റെ ചില ദാനങ്ങൾ നമുക്കുള്ളത് അതുകൊണ്ടാണ്. പലപ്പോഴും നിങ്ങൾക്ക് പ്രവചന വാക്കുകൾ ലഭിക്കുമ്പോൾ ദൈവം നിങ്ങളെ കാണുന്നുവെന്നും നിങ്ങളോട് സംസാരിക്കാൻ ആരെയെങ്കിലും അയക്കാൻ തക്കവണ്ണം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും ഓർമ്മിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയും നിങ്ങളൊരു പ്രയാസകരമായ സമയത്തിലൂടെ കടന്നുപോകുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നിങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കാണുന്നുവെന്നും അവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരു മിനിറ്റ് പോലും നിങ്ങളെ സ്നേഹിക്കുന്നത് നിർത്തിയില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ അബദ്ധത്തിൽ ഇടറി വീണില്ല. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. അതൊരിക്കലും മറക്കരുത്. ശത്രുവിന്റെ ഒരു നുണയും നിങ്ങളെ മറ്റൊരു വിധത്തിൽ ബോധ്യപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. ദൈവം നമ്മോട് സംസാരിക്കാൻ ശാരീരിക അടയാളങ്ങൾ ഉപയോഗിച്ചേക്കാം. പക്ഷേ അവൻ അങ്ങനെ ചെയ്യാത്ത സമയങ്ങളുണ്ട്. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് എല്ലായ്പ്പോഴും നാടകീയമായ കാര്യമല്ല. ചിലപ്പോൾ അത് ദൈവവചനം പഠിക്കുകയും അവൻ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കാണുകയും ചെയ്യുന്നത് പോലെ ലളിതമായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അറിവുണ്ടായിരിക്കുന്നത് പോലെ ലളിതമായിരിക്കാം. നിങ്ങളുടെ ചിന്തകളിലൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നത് പോലെ ലളിതമാകാം. ദൈവം നമ്മോട് സംസാരിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഏതുവിധത്തിലും പ്രധാന കാര്യം നാം അവനെ ശ്രദ്ധിക്കുകയും അവന്റെ വാക്കുകൾക്ക് ശ്രദ്ധ നൽകുകയും ചെയ്യുക എന്നതാണ്. എന്നോടൊപ്പം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീ എന്നോടൊപ്പം ഉള്ളതിനാലും നീ എന്നോട് സംസാരിക്കുന്നതിനാലും ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്നോടുള്ള നിന്റെ അചഞ്ചലമായ സ്നേഹത്തിന് നന്ദി. നീ എന്നോട് സംസാരിക്കുകയും എന്നെ സമീപിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത വഴികൾക്ക് നന്ദി. കർത്താവെ, എന്റെ ഹൃദയം നിന്റെ ശബ്ദത്തോട് സംവേദനക്ഷമമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എന്നോട് സംസാരിക്കുമ്പോൾ അറിയാൻ ഞാൻ ബുദ്ധിമുട്ടുകയില്ല. അങ്ങയുടെ വചനം കേൾക്കുന്നതിലും നിന്നെ അനുസരിക്കുന്നതിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കർത്താവെ, എപ്പോഴും എന്നെ കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുതേ.